തന്നെയാണല്ലോ വരാൻ പറഞ്ഞത്. എന്നിട്ട് ആളെ കാണുന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കാം. ഇത്ര നേരമായിട്ട് കാണാതിരുന്നപ്പോ ഞാൻ കരുതി ആന്റി അയച്ചെന്ന ലൊക്കേഷൻ തെറ്റായിരിക്കും. നീ മൊത്തത്തിലൊന്ന് ചടച്ചിട്ടുണ്ടല്ലോ. എന്തുപറ്റി? പ്രതീക്ഷയൊക്കെ നശിച്ച് ഭക്ഷണമൊന്നും ഇറങ്ങാതായോ? പറഞ്ഞിട്ട് കാര്യമില്ല ആന്റി. ഓരോരുത്തരായിട്ട് എന്നെ കൈവിടുകയല്ലേ. ഇപ്പോ അമ്മ പോലും എന്നോട് പോയി ചാവാൻ പറഞ്ഞു. ആ വക്കീലിന് കൊടുക്കാൻ ഒരു 10 ലക്ഷം രൂപ വേണമായിരുന്നല്ലോ. അത് അറേഞ്ച് ചെയ്യാൻ ഇതുവരെ പറ്റിയില്ല. അതോടെ അമ്മയുടെ പ്രതീക്ഷ നശിച്ചു. ഇനി ചാവുന്നതാ നല്ലതെന്ന് അമ്മയ്ക്കും തോന്നിക്കാണും. എന്നിട്ട് എന്ത് തീരുമാനിച്ചു നീ? എപ്പോഴാ ചാവുന്നത്? ആന്റി എന്താ കളിയൊക്കെ? ഞാൻ തനിച്ചായി പോയെന്നത് നേരെ. പക്ഷെ ഇപ്പോഴും ഒരു ഉറപ്പെനിക്കുണ്ട്. ആന്റി എന്റെ കൂടെ നിന്ന ഒരു മരണത്തിന് കീഴടങ്ങേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ മറ്റുള്ളവർക്ക് മുന്നിൽ തോറ്റ് ആത്മഹത്യ ചെയ്യേണ്ടവളല്ല നീ എന്നുള്ള ബോധ്യം ആദ്യം ഉണ്ടാക്കിയെടുക്കണം. കേസ് നടത്തി വിജയിച്ച് ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു വരാനാകുമെന്ന കോൺഫിഡൻസ് നിനക്കുണ്ടെങ്കിൽ നീ കേസ് നടത്തണം, വിജയിക്കണം. പ്രണവിന്റെ ഭാര്യയായി തിരികെ എത്തി നീ നിധിക്കെതിരെ പോരാട്ടത്തിന് ഇറങ്ങണം. വെറുതെ അങ്ങ് കേസ് നടത്താൻ പറ്റും ആന്റി. 1, 2 അല്ല, 10 ലക്ഷം രൂപയാ വക്കീല് ചോദിക്കുന്നത്. പിടിക്കേ. എന്താ ആന്റി ഇത്? നീ വാങ്ങി തുറന്നു നോക്ക്. ആന്റി ഇത് 10 ലക്ഷം ഉണ്ട്. നീ ഇത് കൊണ്ടുപോയി ആ വക്കീലിന് കൊടുക്ക്. ആന്റി എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എനിക്ക് വേണ്ടത് നീ ഈശ്വരമംഗലത്തേക്ക് മടങ്ങി വരും എന്നുറപ്പാണ്. വെറുതെ അങ്ങ് മടങ്ങി വന്നാ മാത്രം പോരാ. നീ വന്നിട്ട് വേണം ആ നിധിയുടെ ഈശ്വരമംഗലത്തെ പടയോട്ടത്തിന് ഒരു തടയിടാൻ. ഞാൻ വരൂ ആന്റി. ആന്റി പറഞ്ഞതുപോലെ ഇനി അതിനധികം കാലതാമസം എടുക്കില്ല. അതിനുള്ള വഴി എന്റെ വക്കീലുണ്ടാക്കി തരും. ഈശ്വരമംഗലത്തെ സർവ്വാധികാരിയായി തിരുവായ്ക്ക് എതിർവായില്ലാതെ ജീവിച്ച ഞാനിപ്പോ വെറും വേസ്റ്റാ. എല്ലാത്തിനും കാരണക്കാരി ആ നിധി ഒറ്റ ഒരുത്തിയാ. അവളെ ഒതുക്കിയേ പറ്റൂ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ നിനക്ക്? എന്താ ആന്റി? നാളെ ഈശ്വരമംഗലത്തും സ്റ്റാർ ഹോട്ടലിലും ഒക്കെ ആയി വലിയൊരു ആഘോഷം നടക്കാൻ പോവുക. നിധിയുടെ പിറന്നാൾ ആഘോഷം. നിധിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഗൗതം കൊടുക്കുന്നത് എന്താണെന്നറിയോ നിനക്ക്? ഒരു പുതിയ കാറ്. ആ ബർത്ത്ഡേ ആഘോഷം നടക്കരുത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിന്നെക്കൊണ്ട്? അവളുടെ കൊമ്പൊടിക്കാൻ പറ്റുമോ നിനക്ക്? പറയ്. നാളത്തെ അവളുടെ പിറന്നാളല്ലേ? പിറന്നാൾ ആഘോഷം പോയിട്ട് പിറക്കുക പോലും വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവും അവൾക്ക്. അതിനുള്ള വഴി ഞാൻ ചെയ്തോളാം. എക്സ്ക്യൂസ് മീ. എന്താടാ പുതിയ ചില ഫോർമാലിറ്റീസ് ഒക്കെ? ഇതൊന്നും പതിവില്ലല്ലോ. ചില ഫോർമാലിറ്റീസ് നമുക്കിടയിലും വേണമെന്നങ്ങ് തോന്നി. ഇനി അങ്ങോട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. എന്താടാ നീ ഇങ്ങനെ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയാണോ? ഓഫീസിലേക്ക് എനിക്ക് വരാനോ കാണാനോ പറ്റിയില്ല.
എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ പറയണം. അത് മാത്രം പറഞ്ഞാൽ മതി. ഒന്നും പറയാല്ലേ, ഞാൻ പോവാ. നിക്കടാ, ഞാനൊന്ന് പറയട്ടെ. നാളെ നിധിയുടെ ബർത്ത്ഡേ ആണ്. നമ്മുടെ ഇവിടുത്തെ പാർട്ടി ഹാളിൽ വെച്ച് നിധിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതില് നീയും പങ്കെടുക്കണം. നിങ്ങളുടെ ഭാര്യയുടെ പിറന്നാള് നിങ്ങളെ ലക്ഷങ്ങൾ പൊട്ടിച്ച് വലിയ പാർട്ടി ഹാൾ എടുത്ത് ആഘോഷിക്കുന്നതിന് ഞാനെന്തോ ചെയ്യണം? അതിപ്പോ എന്തായാലും എന്നെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാ. എന്തോ ഒഫീഷ്യൽ മാറ്റർ ആണെന്ന് കരുതിയാ ഞാൻ കാണാൻ വന്നത് തന്നെ. എടാ, നാളെ ആഘോഷിക്കാൻ പോകുന്നത് നിധിയുടെ പിറന്നാളാ. അവിടെ നിന്റെ ഏട്ടത്തിയല്ലേ? ഏട്ടത്തിയ? ഏതേട്ടത്തി? അതൊക്കെ പണ്ട്. ശിവാനിയെ വീണ്ടും തിരിച്ച് ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ എപ്പ തീരുമാനം എടുത്തോ അപ്പ ആ ബന്ധം മുറിഞ്ഞു. ഐശ്വര്യ എന്ന് പറഞ്ഞ ഒരുത്തിയെ ഇറക്കിയിട്ട് നിങ്ങൾ എന്റെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യാൻ നോക്കിയ ആ സ്ഥലത്ത് നിങ്ങളുമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിച്ച് കഴിഞ്ഞതാണ് ഞാൻ. പറഞ്ഞില്ലേ, നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കുകയോ കേക്ക് മുറിക്കുകയോ അവിടെ ആഘോഷിച്ച് തിമിർക്കുകയോ എന്തു വേണോ ചെയ്തോ. അതിലേക്കൊന്നും എന്നെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടാ പോവല്ലേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എടാ, ഇത് നമ്മുടെ ഫാമിലി ഫംഗ്ഷനാ. പഴയതൊക്കെ നീ അങ്ങ് മറന്നുകളാ. എന്നിട്ട് നമുക്ക് ഒന്നായിട്ട് ഒരുമയോടെ മുന്നോട്ട് പോവാം. ഓ, അങ്ങനെയാണോ? പഴയതെല്ലാം ഞാനങ്ങ് മറക്കണോ അല്ലേ? എങ്ങനെ മനസ്സ് വരുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ എന്റെ മുഖത്ത് നോക്കി പറയാനായിട്ട്? നിങ്ങൾ CK ചന്ദ്രബോസിനെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുണ്ടല്ലോ. അയാളോട് നിങ്ങൾക്കുള്ള പകയേക്കാൾ 10 മടങ്ങ് പക എനിക്കിപ്പോ നിങ്ങളടുത്തുണ്ട്. അത് ഓർത്തോ. ആ, സൗകര്യം കിട്ടുമ്പോഴേ ഭർത്താവിനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കോണം. ഇനി ഒഫീഷ്യൽ കാര്യങ്ങളല്ലാതെ ഒന്നും എഴുന്നള്ളിച്ചോണ്ട് എന്റെ മുന്നിലേക്ക് വന്നു വരുന്നെന്ന് കേട്ടല്ലോ. ഗൗതം, ഇനിയും വൈകിട്ടില്ല. പാർട്ടി ഹാളിലും കേറ്ററിംഗിലും ഒക്കെ വിളിച്ച് എല്ലാം അങ്ങ് ക്യാൻസൽ ചെയ്തേക്ക്. എന്തിനാ ഗൗതം എനിക്ക് ഇങ്ങനൊരു ആഘോഷം? പ്ലീസ് ഗൗതം, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും ഇങ്ങനെ പിണങ്ങി പിരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഗൗതമന്? ഒരാഘോഷവും എനിക്ക് വേണ്ട. എന്തായാലും ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ആര് ഫംഗ്ഷനിൽ പങ്കെടുക്കില്ലെന്നാ? എന്റെ വസുന്ധരാന്റി വരില്ലായിരിക്കും. അവര് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പിന്നെ പ്രണവ്, അവൻ വരാതിരുന്ന എനിക്ക് സങ്കടം ഉണ്ടാവും. ആ സങ്കടം പക്ഷേ ദൈവം എനിക്ക് തന്ന ശിക്ഷയാണെന്ന് ഞാനങ്ങ് കരുതിക്കൊള്ളാം.